പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ തിരുവൾത്താരയിൽ സാക്ഷ്യം പറയാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയ്ക്ക് ആയിരം നന്ദി പറയുന്നു. ഞാനിന്നിവിടെ ഈ അൾത്താരയിലായിരിക്കുന്നത് എൻ്റെ മകളുടെ ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. 27/12/2023 ഞാനിവിടെ ആദ്യമായി കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിന് ഒരു മാസം മുമ്പ് എൻ്റെ മകളെ എൻ്റെ പേര് പ്രിയ, ഇത് എൻ്റെ മകൾ ശ്രദ്ധ. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൾ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. നവംബർ 2023 കാലഘട്ടത്തിൽ അവൾ ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൾ എന്നെ വിളിച്ച് പറയുകയാണ്, അവളുടെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടെന്ന് പറയുകയും അതിനെ തുടർന്ന് ഞങ്ങൾ ഡോക്ടറെ കാണുകയും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 0.6 × 0.4 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് കാണപ്പെടുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് സർജനെ കാണുക എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ കൃപാസനം 2018 മുതൽ കൃപാസനം പത്രങ്ങൾ എൻ്റെ കയ്യിൽ വരാറുണ്ട്. ഉടമ്പടി, കൃപാസനം മാതാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഉടമ്പടി, എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ 2018 മുതൽ എനിക്ക് മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിലും അതുവരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് കൃപാസനത്തിലേക്ക് വരാൻ ഒരു ഉൾപ്രേരണ ഉണ്ടായി. സർജനല്ല, കൃപാസനം മാതാവിനെയാണ് കാണേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും അതനുസരിച്ച് ഉടനെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. നവംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, നവംബർ 2023. തുടർന്ന് ഉടനെ തന്നെ മോൾക്ക് ജോണ്ടിസ് ബാധിക്കുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തതുകൊണ്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ നീണ്ടുപോയി. ജോണ്ടിസ് വന്നിട്ട് അവൾക്ക് യാതൊരു കാരണവശാലും ബ്ലഡ് കൗണ്ട് കുറയുന്നുണ്ടായിരുന്നില്ല. ബ്ലഡ് കൗണ്ട് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ പലതവണ ടെസ്റ്റ് ചെയ്തിട്ടും കൗണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു, ഉയർന്നു വരുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ശക്തമായിട്ട് കൃപാസന മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പല ടെസ്റ്റുകളും നടത്തി എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ഹെമറ്റോളജിസ്റ്റിനെ കാണാനായിട്ടാണ് അവസാനം ഡോക്ടർ ആവശ്യപ്പെട്ടത്. അതുപ്രകാരം എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി പല ടെസ്റ്റുകളും നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒരു കുഴപ്പവും കണ്ടില്ല. അവസാനം ബോൺ മാരോ ടെസ്റ്റ് ഡോക്ടർ റെഫർ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ശക്തമായിട്ട് മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ വന്ന് മോളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരികയും മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ മോൾക്ക് യാതൊരു കുഴപ്പമില്ലെന്നും കൗണ്ട് സാധാരണയാണെന്നും അതിനെ ചൊല്ലി യാതൊരു വിധത്തിലും പരിഭ്രമിക്കേണ്ടതില്ലെന്നും ഡോക്ടർ ഒപ്പീനിയൻ രേഖപ്പെടുത്തുകയും ചെയ്തു. ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് അവൾക്ക് ഉപയോഗിച്ചിരുന്നത്. ഉടമ്പടി തൈലം സ്ഥിരമായി നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും ഉടമ്പടി വിശുദ്ധ വസ്തുക്കൾ തേനും ഉപ്പും സ്ഥിരമായി കൊടുക്കുകയും ചെയ്തിരുന്നു. 3 മാസം ഉടമ്പടി കാലാവധി പൂർത്തിയാകുമ്പോഴും എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്ന മകളുടെ ആ റൈറ്റ് ബ്രസ്റ്റിലെ സിസ്റ്റ് അതുപോലെ തന്നെ നിലനിർന്നിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ നിയോഗങ്ങൾക്കാണ് മുൻഗണന കൊടുത്തിരുന്നത്. ഉടമ്പടി നിബന്ധനകൾ പാലിച്ചിരുന്നുവെങ്കിലും എത്രമാത്രം ആത്മാർത്ഥതയോടെ ഞാനത് പാലിച്ചിരുന്നു എന്ന് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകളിലാണ് ഞാൻ അത് വീണ്ടും ചികഞ്ഞ് നോക്കി പരിശോധിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് നിബന്ധനകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നിയോഗങ്ങളെ കുറച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാലാണ് മാതാവ് നമ്മുടെ അടുത്തേക്ക് കൂടുതൽ പെട്ടെന്ന് നമുക്ക് സാമീപ്യമായി ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. 2ാമത്തെ പുതുക്കലിനും 3ാമത്തെ പുതുക്കലിനും ഞാൻ മകളുടെ ഈ നിയോഗം വച്ചിട്ടില്ല. അതിന് പകരം ദൈവസ്നേഹവും പരിശുദ്ധാത്മാ നിയോഗവും വചനപ്രഘോഷണമൊക്കെയാണ് ഞാൻ നിയോഗത്തിൽ എഴുതി വച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവസ്നേഹം എന്നിൽ വർദ്ധിക്കുകയും ബൈബിൾ വായനയും വിശുദ്ധ എൻ്റെ ബൈബിൾ ആപ്പ് മൊബൈൽ ഡൗൺലോഡ് ചെയ്യുകയും സ്ഥിരമായി വചനങ്ങൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മനസ്സിലായി മരുന്ന് ലേപനവുമല്ല വചനമാണ് സൗഖ്യമെന്ന ബോധ്യം എനിക്ക് കിട്ടിയതോടുകൂടി എനിക്ക് കർത്താവിൻ്റെ ഈശോയുടെ സമാധാനം എന്നിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ മകളുടെ ഈ സിസ്റ്റിൻ്റെ നിയോഗത്തെക്കുറിച്ച് ഞാൻ ഒട്ടും ബോധവടല്ലാതായി മാറി. നമ്മൾ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. KSF ശാഖാ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പ്രൊഫഷണലി ഞാനൊരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ എനിക്ക് ജോലിഭാരം ഒരുപാടുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ ഒരുപാട് ഞാൻ വിഷമിച്ചിരുന്ന ഈ സമയങ്ങളിൽ ഈശോ മാതാവ് വഴി എന്നെ ഈ കൃപാസനത്തിലേക്ക് ക്ഷണിക്കുകയും എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിനോട് കൂടി കഴിഞ്ഞ ഉടമ്പടി ധ്യാനത്തിൽ, അതായത് ഏപ്രിൽ മാസത്തെ ആദ്യ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ അവസാനം രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ട്, കൃപാസനം മാതാവ് ഉണ്ണീശോയുമായി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് അച്ഛൻ പരിശുദ്ധാത്മ അഭിഷേകത്താൽ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പ്രവഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാര്യം ഞാനിവിടെ 2023 ഡിസംബറിൽ ഇവിടെ വരുമ്പോൾ ഞാൻ മാതാവിനോട് രഹസ്യത്തിൽ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നതാണ്,
എൻ്റെ മകളെ ഉണ്ണീശോയുമായി വന്ന സൗഖ്യമാക്കണേ, ഉണ്ണീശോയുടെ തിരുവിരൽ സ്പർശത്താൽ എൻ്റെ മകളെ സൗഖ്യമാക്കണേ എന്നായിരുന്നു. അതേ കാര്യം അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു കോയിൻസിഡൻസായി തോന്നി. ഞാൻ മറന്നുപോയ ആ പ്രാർത്ഥനയായിരുന്നു അമ്മ മാതാവ് അന്ന് അച്ഛനിലൂടെ എൻ്റെ മകൾക്ക് രോഗസൗഖ്യമായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത്. മരുന്ന് ലേപനവുമല്ല, അവിടുത്തെ വചനമാണ് സൗഖ്യം എന്നെനിക്ക് മനസ്സിലായി. ഇതുകൂടാതെ എനിക്ക് എൻ്റെ ഈ ഉടമ്പടി 1.25 വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ ഞാനെന്ന വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിനേക്കാളൊക്കെ വലുതായിട്ടുള്ളത്. ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൽ ഞാൻ വെച്ചിരുന്നത് പരിശുദ്ധാത്മ അഭിഷേകമായിരുന്നു. ഞാൻ ഒരു ദിവസം എൻ്റെ പാതിമയക്കത്തിൽ, ഞാനൊരു ഉച്ച സമയത്ത് പാതിമയക്കത്തിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുകയാണ്, ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ കണ്ണടച്ചിട്ട്. അപ്പോൾ ഈശോ ഇങ്ങനെ ഒരു തൂവെള്ള വസ്ത്രം കൊടുത്ത് ഈശോ നിൽക്കുന്നു. ഈശോയിൽ നിന്നും വളരെ വെളുത്ത ഒരു പ്രകാശം, വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകാശം ഈശോയിൽ നിന്ന് ഇറങ്ങി എൻ്റെ തിരുനെറ്റിക്കകത്തുകൂടി ശിരസിലേക്ക് പ്രവഹിക്കുന്നതായും അതെൻ്റെ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ അവർണ്ണനീയമായിട്ടുള്ള വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അവർണ്ണനീയമായിട്ടുള്ള അനുഭവമായിട്ട് എനിക്കത് മാറി. രക്തത്താലും വെള്ളത്താലും മാത്രമല്ല, ഈശോ ആത്മാവിനാലും സ്നാനം കഴിപ്പിക്കും എന്ന് വചനം വായിച്ചിട്ടുണ്ട്. ഈശോയുടെ അങ്ങനെ ആ ഒരു അനുഭവം എനിക്ക് അതുപോലെ തോന്നി. അത് ആ സമയത്തിന് ശേഷം പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നിട്ട് എൻ്റെ മൊബൈലിലുണ്ടായിരുന്ന ബൈബിൾ ആപ്പ് തുറന്ന് ഞാൻ നോക്കിയപ്പോൾ ലൂക്ക 1:35 വചനമാണ് എനിക്ക് ആദ്യമായി കിട്ടിയത്. അതായത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ ആ ഒരു സമയത്ത്, ഈശോ പ്രഗ്നൻ്റായ സമയത്ത് ലഭിച്ച ആ വചനം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്നിൽ വ്യാപരിക്കും എന്ന വചനം എനിക്ക് കിട്ടി. എനിക്കത് വളരാത്ത വലിയൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നിയൊരു സംഭവമാണത്. അതുപോലെ തന്നെ വേറൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ പാതി ഉറക്കത്തിൽ ഞാനിങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ആളുകളിങ്ങനെ വരിയിൽ നിൽക്കുന്നു. ഞാൻ വരിയിലുണ്ട്, പക്ഷേ അച്ഛൻ എന്നെ കാണുന്നില്ല. ഞാനൊരു ഹിന്ദുമതത്തിൽ ജനിച്ച ആളാണ്. അച്ഛൻ എന്നെ കണ്ടിട്ടും കാണാത്ത മാതിരി എന്നെ കടന്നു പോകുന്നു. എൻ്റെ പിന്നിലുള്ളവർക്കെല്ലാം, വരിയിൽ നിൽക്കുന്നവർക്കെല്ലാം അപ്പം വായിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ വളരെ സങ്കടത്തോടുകൂടി തിരിഞ്ഞ് നോക്കുമ്പോൾ, പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ വായിൽ ദിവ്യകാരുണ്യ ഈശോ അപ്പമായി വന്ന ഒരു അനുഭവം, ഈശോ എൻ്റെ നേരെ തിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് എൻ്റെ വായിൽ ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ അനുഭവം ലഭിച്ചത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വാക്കുകളിലൂടെ. ആ ഒരു തിരുരക്ത മാംസങ്ങളുടെ രുചി എൻ്റെ വായിൽ എത്രമാത്രം നാളുകൾ അങ്ങനെ നിന്നിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരാൽ എൻ്റെ അവകാശത്തിൻ്റെ മഹിമാതന ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്ന എഫെസസ് 1:18-19 വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാർത്ഥകമായി തീർന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഈ 4 കാര്യങ്ങളാണ് ഉടമ്പടിയുടെ ഒരു നട്ടെല്ലുകളെന്ന്. ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, എങ്ങനെയാണ് ഇതൊക്കെ പ്രാവർത്തികമാക്കുക? വിശ്വാസം ഓക്കെ, പ്രത്യാശ ഓക്കെ, സ്നേഹം, ദൈവസ്നേഹം ഓക്കെ, സമർപ്പണം എന്താണ്, വാട്ട് ഈസ് സമർപ്പണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ 1.25 വർഷത്തെ ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കി ഈ 4 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മാതാവാണ് എന്നെ സഹായിച്ചത്, കൃപാസനമാണ് എന്നെ സഹായിച്ചത്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ നമുക്ക് വലിയ പഠന ക്ലാസ്സുകളാണ്. അച്ഛനാണ് എൻ്റെ മനസ്സിൽ ആധ്യാത്മിക ഗുരുവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. കൃപാസനം ഒരു വലിയൊരു പാഠശാലയാണ്. അച്ഛൻ്റെ ധ്യാനങ്ങൾ ഒരു വലിയ പാഠശാല ക്ലാസ്സുകളാണ്. ഉടമ്പടിയിലായിരിക്കുന്നവരെ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ജീവിതത്തെ നവീകരിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ എങ്ങനെ ഞാൻ നവീകരിച്ചു എന്ന് എനിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് സെൽഫ് ബോധ്യമുണ്ട്. ഞാനത് ഈ കാരുണ്യ പ്രവൃത്തികളെ പറ്റിയൊന്നും വലിയ ബോധ്യമില്ലാതിരുന്ന എനിക്ക് ഈ ഉടമ്പടി ധ്യാനങ്ങളിലും ഈ ഉടമ്പടി ജീവിതത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള ആളാണ്. അത്യാവശ്യം നല്ല ജോലി ആയതുകൊണ്ട് തന്നെ വരുമാനമുണ്ട്. ഞാൻ KSFEയിൽ ശാഖ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പ്രൊഫഷണലി ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ഒന്നും എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി ദശാംശമൊന്നും അങ്ങനെ ചെയ്തിരുന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എത്രമാത്രം കാരുണ്യ പ്രവൃത്തികൾ ചെയ്താലും എവിടെയൊക്കെ അനാഥാലയങ്ങളിൽ അവർക്ക് ആവശ്യ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പാലിയേറ്റീവ് കെയർ,
പിന്നെ അതുപോലെ എന്തെങ്കിലും പേഷ്യൻസിന് നമ്മളിപ്പോൾ ചികിത്സാ സഹായം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ പോരാ എന്നെനിക്ക് എപ്പോഴും മനസ്സിൽ തോന്നുന്നത് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരടയാളമായി എനിക്ക് തന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇനി ഈ നവീകരണത്തിന് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നവീകരണത്തിന് വേണ്ടി കൃപാസനത്തിൽ ഈ ഉടമ്പടിയിലായിരിക്കാൻ നിങ്ങളെല്ലാവരും വളരെ വിശുദ്ധ വിളിയാലൂടെ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതിൽ നമുക്ക് അഭിമാനിക്കാം. കൃപാസനം എന്ന ഈ ആലയത്തിൽ, മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സ്ഥലത്തായിരിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കാലങ്ങളിലൊക്കെ ഇവിടെ വന്നു നിന്ന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട്. ഈശോയോട് അതിതീക്ഷ്ണമായിട്ടുള്ള സ്നേഹം മനസ്സിൽ എനിക്കുണ്ട്. മരുന്ന് ലേപനവുമല്ല, അവിടുത്തെ വചനമാണ് സൗഖ്യം. നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങളാണ് അവൻ പാപഭാരങ്ങളാണ് അവൻ വഹിച്ചത് എന്നുള്ള ആ ഒരു വചനങ്ങൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഈശോയിലേക്ക് എന്നെ അടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ എത്ര പാപിയാണെങ്കിലും, ഞാൻ എത്രമാത്രം താഴ്ന്ന സ്ഥിതിയിലുള്ള ആളാണെങ്കിലും ഈശോ എല്ലാവരെയും, നിങ്ങളെ ഒരുപോലെ സ്നേഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഇവിടെ നിന്നും എല്ലാ മാസവും വന്ന് കൃപാസനം പത്രങ്ങൾ 3-4 കെട്ടുകൾ വാങ്ങി എല്ലാവർക്കും, എല്ലാ മേഖലകളിലുള്ളവർക്കും കൊടുക്കുമായിരുന്നു. പബ്ലിക് പ്ലേസസിലാണ് കൂടുതലായിട്ടും കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. അതുകൂടാതെ കൃപാസനത്തിൽ കോയിൻസ്, നമ്മുടെ മാതാവിൻ്റെ ലോക്കറ്റുകൾ വാങ്ങി ആവശ്യക്കാർക്ക്, ആവശ്യമെന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഈശോയെ പറ്റിയും മാതാവിനെ പറ്റിയും എനിക്ക് അറിയാവുന്ന, എനിക്ക് തോന്നും ഇന്ന ആൾക്കാരോട് പറയണമെന്ന് തോന്നുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു. എൻ്റെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ എന്നും സ്റ്റാറ്റസ് ആക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഈശോയ്ക്കും അമ്മയ്ക്കും എന്നെ ഈ വിശുദ്ധ വിളിയാലൂടെ വിളിച്ചു നിർത്തി ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ അനുവദിച്ചതിന് 1000 നന്ദി പറയുന്നു. എനിക്ക് രോഗസൗഖ്യം തന്നതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. റോമ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിയ എന്ന ഈ സഹോദരി അഡ്വക്കേറ്റായും KSFയുടെ ശാഖാ മാനേജരായും സേവനം ചെയ്യുന്ന ഈ മകൾ ഈ അൾത്താരയിൽ ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ കാതലായ വശങ്ങളെയും എത്ര സുന്ദരമായി സംശീകരിച്ചാണ് നമ്മളോട് ഇപ്പോൾ സാക്ഷ്യം പങ്കുവച്ചത്. സഹോദരിയുടെ മകൾക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യം ചുരുങ്ങിയ വാക്കുകളിൽ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തതും, മരുന്നൊന്നും ഉപയോഗിക്കാതെ നേർച്ചവസ്തുക്കൾ കൊണ്ട് മാത്രം ബ്രസ്റ്റിലെ സിസ്റ്റ് പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെയും സഹോദരി പറഞ്ഞതിന് ശേഷം പറഞ്ഞത് മുഴുവനും ഉടമ്പടി ജീവിതത്തിൻ്റെ അകക്കാമ്പും ഉടമ്പടി ജീവിതം നൽകുന്ന കാഴ്ചപ്പാടുകളുമാണ്. ഗലാത്യ 4:19 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന്. ക്രിസ്തു രൂപപ്പെട്ടുവെന്നൊരു ജീവിതത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ സഹോദരിയിലൂടെ കേട്ടത്. അത് സഹോദരി പറയുന്നുണ്ട്, ഈശോ എനിക്ക് ദർശനങ്ങളിലൂടെ വരുമായിരുന്നു. കൃത്യമായി ഉടമ്പടിയിലുള്ളവർക്ക്, ഉടമ്പടി ജീവിക്കുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എളുപ്പമാണ്. അമ്മ മാതാവിൻ്റെ സംസാരങ്ങൾ, ഈശോയുടെ ഇടപെടലുകളും സാന്നിധ്യവും, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, അത് നമുക്ക് ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്ന ചില പരിസമാപ്തികൾ, ഇതൊക്കെ നമുക്ക് അനുഭവിക്കുവാനാവും. സഹോദരി പറഞ്ഞു, 2025 ഏപ്രിൽ ആദ്യ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനത്തിൽ ലഭിച്ച ഒരു സന്ദേശത്തിലൂടെ എൻ്റെ മകളുടെ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഞാൻ എന്നും കുർബാന കാണുന്നൊരു വ്യക്തി, കുർബാന സ്വീകരിക്കുവാനാവാത്ത ഒരു മനപ്രയാസമുള്ളിലുള്ള വ്യക്തിയാണ്. ആ വാക്ക് സങ്കടമുണ്ട് എന്ന് പറയുന്നില്ല, എങ്കിലും സ്വപ്നത്തിൽ രാത്രിയിൽ ഈശോ വരികയും ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ആ അനുഭവം എൻ്റെ നാവിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ദാഹത്തോടെ ഒരുക്കത്തോടെ ഈശോയെ സ്വീകരിക്കുവാൻ മകൾ ജീവിതം കൊണ്ട് ഉടമ്പടിയിലൂടെ വളർന്നുവെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, എല്ലാവരും മാമോദീസപ്പെടുന്നതല്ലല്ലോ ദൈവരാജ്യത്തിലെ അംഗങ്ങളായിത്തീരുന്നത്. അത് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ മക്കളായി ജീവിക്കുന്നതാണ്.
എത്ര സുന്ദരമായിട്ടാണ് സഹോദരി ലഭിച്ചൊരു ദർശനത്തെ സൂചിപ്പിച്ചത്. ഒരു പ്രകാശം എൻ്റെ തിരുനെറ്റിയിൽ വരികയും അത് എന്നെ ശരീരം മുഴുവനും പടർന്നിറങ്ങുകയും ചെയ്യുന്നത് ഞാൻ അനുഭവിച്ചു. ആത്മാവിൻ്റെ അഭിഷേകമുള്ള, ആത്മാവിലും ജലത്തിലുമുള്ള ഒരു മാമോദീസയെ ഞാൻ സ്വീകരിക്കുന്നത് അതിലൂടെ എനിക്ക് അറിയുവാൻ സാധിച്ചുവെന്ന കാരുണ്യ പ്രവൃത്തികൾ ദശാംശം കൊടുക്കുന്നത് എനിക്കതങ്ങനെ ശീലമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. ശരിക്കും കൊള്ളാവുന്ന ശമ്പളമുള്ള സഹോദരിയാണ്. ഇന്ന് ദശാംശമെന്ന് പറഞ്ഞാൽ കൈ പൊള്ളുന്ന രീതിയിൽ കൊടുക്കേണ്ടതുമാണ്. എത്ര സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന്, എൻ്റെ ദൈവത്തിൻ്റെ ക്ലേശിതർക്ക് വേണ്ടി കരം തുറന്നെന്തും എപ്പോഴും കൊടുക്കുവാൻ സന്നദ്ധതയുള്ളൊരു ജീവിതം നയിക്കുവാൻ പറ്റുന്നു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഇത് ആത്മാവിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ജീവിതത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഇത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച് ഉടമ്പടി പ്രകാരം എങ്ങനെയാണ് ക്രിസ്തുവിനെ കൂടുതൽ അടുക്കുക, അതിന് കാരുണ്യ പ്രവൃത്തികളിലൂടെ, പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ തന്നെ സ്വയം സമർപ്പിക്കുന്ന ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. അച്ഛൻ പറയുന്നത് പോലെ ഈ അൾത്താരയിൽ 4ാമത്തെ പുണ്യം സമർപ്പണ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് കൂടുതൽ തിളക്കമുണ്ടാവുക. ആ തിളക്കം ലഭിച്ച വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് ഈ അൾത്താരയിൽ ഈ സഹോദരി പങ്കുവയ്ക്കുന്നത്. ഈ ദിനം അച്ഛൻ നടത്തിയ മെയ് 4-ാം തീയതി അച്ഛൻ നടത്തിയ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാന കണ്ടൻറ്റും അതുതന്നെയല്ലേ. നമ്മൾ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ കൃപാസനം വരെ എത്തി അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുക്കുന്നതെങ്കിൽ എത്രയോ ചെറിയ മനുഷ്യരാണ് നമ്മൾ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമെന്ന ക്രിസ്തുവിനുറപ്പുള്ളവരായി മാറുമ്പോഴാണ് ഉടമ്പടി ജീവിതം മെറിറ്റുള്ളതാവുക, ക്വാളിറ്റി ഉള്ളതാവുക. അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ട ജീവിതമാകുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ, തൻ്റെ വിശ്വാസത്തെ സന്തോഷത്തോടെ എന്നും പുതുക്കി ജീവിക്കുന്ന സഹോദരിയുടെ വാക്കുകളാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിതൊരവസരമാണ്. അന്ത്യകാലത്തിൻ്റെ അടയാളമാണ് ശരിക്കും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൽ നമ്മൾ കാണുന്നത്. അന്ത്യകാലത്തിൻ്റെ അടയാളം അതിൽ വ്യക്തമാണ്. സമയം ഓടിത്തീരുന്നു. നമ്മൾ അവിടെ കാണുന്ന സൂചി അത് 11ലേക്കും 8ലേക്കും നിൽക്കുകയാണ്. 12 ആകാൻ അധികം നേരമില്ലെന്ന് ആ സമയസൂചി നമ്മളോട് പറയുന്നുണ്ട്. സമയം ഓടിത്തീരുമ്പോൾ ക്രിസ്തുവിന് നേടുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ആത്മാവിനെ കൊടുക്കുന്നൊരു വിശ്വാസത്തിൻ്റെ വളർച്ച, വിശ്വസ്തതയുള്ളൊരു ആത്മീയ ജീവിതം നമുക്ക് തുടരുവാൻ സാധിക്കുന്നുണ്ടോ? അതിലേക്കാണ് ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്നത്. ഈ അന്ത്യകാല സമയത്തിൽ, കൊയ്ത്തിൻ്റെ നാളിൽ വിളവിൻ്റെ നാഥൻ തേടി വരുമ്പോൾ അവൻ്റെ അറപ്പുരയിൽ ശേഖരിക്കുന്ന കതിരായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഓരോ ദിവസവും കൂടുതൽ മികവുള്ളതാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് നന്ദിപൂർവം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.